ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടല റോസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ ഇന്നലെ രാത്രി തന്നെ കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കടല ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വെന്ത് വരണം. എന്നിട്ട് നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അതിലേക്ക് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കുക്കിങ്ങും ക്യാമറയും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കടുക് പൊട്ടിയ ശേഷം ഞാനിവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു ഹാഫ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി ഒരു ഹാഫ് ഭാഗം എടുത്തിട്ട് ചെറുതായി മുറിച്ചിട്ടാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് കളറ് മാറി വരണം. നമ്മൾ ഉള്ളിക്ക് നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീ ആദ്യം സിമ്മിലിട്ടതിന് ശേഷം ഓരോ മസാലപ്പൊടികളായി ചേർത്ത് കൊടുക്കാം. തീ നന്നായി സിമ്മിലിട്ടിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ മസാലപ്പൊടികളും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി അതിലേക്ക് കുറച്ച് കടല വേവിച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മസാല വേവിച്ച ആ ഒരു കുത്തലുണ്ടല്ലോ, ആ കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലായിടത്തും നന്നായി ഒന്ന് മിക്സാക്കി ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ, കുറേ തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വെള്ളം വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കാം.
അപ്പോൾ തീരെ വെള്ളമില്ലാത്ത നമ്മളെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് ഇവിടെ റെഡിയാണ്. പുട്ടിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ്. നമ്മളിതിന് മസാലയൊക്കെ കഴിക്കുമ്പോൾ ലാസ്റ്റ് ചട്ടിയിൽ ഇങ്ങനെ വടിച്ച് ചോറ് തിന്നുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഒരു ഇറച്ചിയുടെ മസാലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്